ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2024 സെപ്റ്റംബർ 14 ശനിയാഴ്ച ഏകാദശിയാണ്. പരിവർത്തിനി ഏകാദശി, പാർശ്വ ഏകാദശി. ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് പരിവർത്തിനി ഏകാദശി. വളരെ വിശേഷപ്പെട്ട ഏകാദശിയാണ് ഇത്. നമ്മൾ സ്ഥിരമായി പറയുന്ന ഭാരതത്തിലെ എല്ലാ സ്ഥലങ്ങളും, അതുപോലെ വിദേശ രാജ്യങ്ങളായ ദോഹ, ദുബായ്, കുവൈറ്റ്, അബുദാബി, ബഹ്റിൻ, സൗദി അറേബ്യ, ഷാർജ, ഒമാൻ, അമേരിക്ക, ജോർദാൻ, ഓസ്ട്രേലിയ, UK, സിംഗപ്പൂർ, സാംബിയ, ന്യൂസിലാൻഡ്, മാലിദ്വീപ്സ്, വാൻകോവർ, ബ്രിട്ടീഷ് കൊളംബിയ, കാനഡ, അർമേനിയ, ചൈന, ഇസ്രായേൽ, സൗത്ത് ആഫ്രിക്ക, ജർമ്മനി, മലേഷ്യ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ഇത്രയും സ്ഥലങ്ങളിലെ പാരണാസമയമാണ് സ്ഥിരമായി നമ്മൾ പറയുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഏകാദശി സെപ്റ്റംബർ 14 ശനിയാഴ്ചയാണ്. അതിൽ തന്നെ ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 ദിവസവുമുണ്ട്. നമുക്ക് 15 ഏകാദശിയായിട്ട് എടുക്കാം, 14 ഏകാദശിയായിട്ട് എടുക്കാം. നമ്മുടെ സൗകര്യം 15 തിരുവോണമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 14 ഏകാദശിയായിട്ട് ഈ ന്യൂസിലാൻഡിലുള്ളവർക്ക് എടുക്കാം. 15 പാരണാസമയം ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഇടാം. വളരെ വിശേഷപ്പെട്ട ഏകാദശിയാണ് പരിവർത്തിനി ഏകാദശി. 2024 സെപ്റ്റംബർ 14 ശനിയാഴ്ച. പാരണ വീടേണ്ടത് 15. ഇനി എന്താണ് ഈ ഏകാദശിയുടെ പ്രത്യേകത? ഈ ഏകാദശി ദിവസം ഭഗവാൻ നാരായണന് താമരപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഭഗവാന് താമരപ്പൂക്കൾ സമർപ്പിക്കുന്നതും വളരെ വിശേഷമാണ്. അതുപോലെ ഈ ഏകാദശി പ്രമാണിച്ച് ദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ചെമ്പ്, വെള്ളി മുതലായ ലോഹങ്ങൾ ദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അതുപോലെ ധാന്യവർഗ്ഗങ്ങൾ, അരി, പയറ്, കടല മുതലായ ധാന്യവർഗ്ഗങ്ങൾ, ആഹാര സാധനങ്ങൾ ദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. തൈര് ദാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഇനി ഈ ഏകാദശിയുടെ വ്രതകഥ എന്ന് പറയുന്നത് നമ്മുടെ മഹാബലിയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ബലി ഒരു അസുര രാജാവായിരുന്നു. അദ്ദേഹം ശ്രീഹരി വിഷ്ണുവിൻ്റെ വലിയ ഭക്തനായിരുന്നു, വളരെ ധർമ്മിഷ്ഠനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇന്ദ്രനോട് അല്പം ദേഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ത്രിലോകങ്ങളും കീഴടക്കണം എന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദേവലോകവും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെയധികം പരിശ്രമിക്കുകയും പലതവണ ഇന്ദ്രനോട് യുദ്ധം ചെയ്യുകയും പരാജയപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. വീണ്ടും അദ്ദേഹം വലിയ യാഗം നടത്തുകയാണ് ത്രിലോകങ്ങളും പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ആ സമയത്താണ് ദേവഗണങ്ങളെല്ലാവരും കൂടി അത് പാടില്ല, ഞങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കാനായിട്ട് ഭഗവാൻ നാരായണൻ്റെ അടുത്ത് ചെല്ലുന്നത്. അങ്ങനെയാണ് ഭഗവാൻ വാമന രൂപത്തിൽ അവതരിക്കുന്നത്. ബാക്കിയുള്ള കഥകളൊക്കെ നമുക്കറിയാം. വാമനൻ അദ്ദേഹത്തിൻ്റെ ബലിയുടെ യാഗസ്ഥലത്തെത്തുന്നു. 3 അടി മണ്ണ് ദാനമായി ചോദിക്കുന്നു, കൊടുക്കുന്നു. അവസാനം എന്താണ് സംഭവിക്കുന്നതെന്നുള്ള കഥ അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. നമ്മുടെ പ്ലേലിസ്റ്റിൽ, നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ വാമനാവതാരം വിശദമായി കൊടുത്തിട്ടുണ്ട്. ദശാവതാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിലെ വാമനാവതാരം വളരെ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടാൽ മതി. വിശദമായി തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഏകാദശി ദിവസം ബലി മഹാരാജാവ് ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെ ഒരു പ്രതിഷ്ഠ തൻ്റെ ആശ്രമത്തിൽ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം തൻ്റെ ആശ്രമത്തിൽ ശ്രീഹരി വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ സ്ഥാപിച്ച ദിവസമാണ് ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസം. അങ്ങനെ ആ ഭഗവാനെ, അവിടെ പ്രതിഷ്ഠിച്ച ഭഗവാനെ അദ്ദേഹം വളരെ കാലം പ്രാർത്ഥിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ, അദ്ദേഹം ചെയ്തു പോയ ചില പാപങ്ങളുണ്ട്, ആ പാപങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഭഗവാൻ നേരിട്ട് തന്നെയാണ് തീർത്തു കൊടുത്തത്. നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ പറയും, മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്ന്. അങ്ങനെയല്ല. ത്രിലോകങ്ങൾ കൂടാതെ മറ്റൊരു ലോകവും കൂടിയുണ്ട്.
അതാണ് സുതലം. ആ സുതലത്തിലേക്ക് മഹാബലിയെ ചക്രവർത്തിയായി ശ്രീഹരി വിഷ്ണു വാഴിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹം ശ്രീഹരി വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ നടത്തിയ ദിവസമാണ് ഈ ശുക്ലപക്ഷത്തിലെ ഏകാദശി ദിവസം. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഭഗവാൻ നാരായണൻ യുധിഷ്ഠിരനോട് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നതായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിശേഷപ്പെട്ട ഏകാദശിയാണ്. ഭഗവാൻ പറയുന്നുണ്ട്, ഈ ഏകാദശി എടുത്ത് പ്രാർത്ഥിച്ചാൽ സകലവിധ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും, അവസാനം നമുക്ക് നല്ല ഒരു ജീവിതമായിരിക്കും ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അതായത് മഹാബലി കുറേ തെറ്റുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ദാനശീലനാണ്, ധർമ്മിഷ്ഠനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ചില പ്രവർത്തികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, തെറ്റായ പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റൊരാളുടെ ലോകം ആക്രമിച്ച് കീഴടക്കി തനിക്ക് വളരെ വിശാലമായ ലോകമുണ്ടായിട്ട് പോലും മറ്റുള്ളവരെ നിഷ്കാസനം ചെയ്ത് ആ ലോകങ്ങളെല്ലാം ആക്രമിച്ച് കീഴടക്കി ജീവിക്കണമെന്നൊരു തോന്നലുണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് രാജാക്കന്മാർ പടവെട്ടിപ്പിടിച്ച് ആക്രമിച്ച് മറ്റുള്ളവരുടെ രാജ്യമൊക്കെ കീഴടക്കി താമസിക്കുന്ന ക്ഷത്രിയ ധർമ്മമാണ്. പക്ഷേ മറ്റൊരു ലോകമാണ് ദേവലോകം എന്ന് പറയുന്നത്. ആ ലോകത്ത് പോയിട്ട് അവിടെയും തൻ്റെ ആധിപത്യം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ചില തെറ്റായ പ്രവർത്തികളാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പെട്ടെന്ന് തന്നെ അവിടെ അവതരിച്ചത്. അതല്ലെങ്കിൽ ഈ ലോകത്ത് ഭൂമിയിൽ തന്നെ ഒരുപാട് രാജാക്കന്മാർ തൻ്റെ സാമ്രാജ്യം വലുതാക്കുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് അവരുടെ കുലത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് മറ്റൊരു ദേശത്തോട്ട് ചെന്നിട്ട്, മറ്റൊരു ലോകത്തേക്ക് ചെന്നിട്ട് ആ വിധം പ്രവർത്തിക്കുമ്പോഴാണ് ഭഗവാൻ അവിടേക്ക് ഇടപെടുന്നത്. അപ്പോൾ അതുപോലുള്ള പാപങ്ങളെല്ലാം തന്നെ മാറി അദ്ദേഹത്തിന് അവസാനം അദ്ദേഹത്തെ ചക്രവർത്തിയായി വാഴിക്കുകയാണ് ഭഗവാൻ. അപ്പം അദ്ദേഹം പ്രതിഷ്ഠ നടത്തി പ്രാർത്ഥിച്ച ദിവസമാണ് ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി. ആ ഏകാദശിക്ക് പരിവർത്തിനി ഏകാദശി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഏകാദശി വരുന്നത് സെപ്റ്റംബർ 14 ശനിയാഴ്ച. ഇനി എങ്ങനെയാണ് ഏകാദശി എടുക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തലേ ദിവസം ഒരിക്കലുണ്ണുക, സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ചു നിർത്തുക, പിറ്റേ ദിവസം യാതൊരു വിധത്തിലുള്ള ധാന്യവർഗ്ഗങ്ങളും ഉപയോഗിക്കാതിരിക്കുക, അരി, കടല, പയറ്, തിന, റാഗി മുതലായ ഒരു ധാന്യങ്ങളും ഉപയോഗിക്കാതിരിക്കുക. ആരോഗ്യം അനുവദിക്കുന്നെങ്കിൽ ഉപവസിക്കാം, അതല്ലെങ്കിൽ മറ്റു പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് പാല്, വെണ്ണ, തൈര്, മോര് ഇതൊക്കെ കഴിക്കാം. പാലുൽപ്പന്നങ്ങൾ കഴിക്കാം. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കാം. അതിൽ വഴുതനങ്ങ പോലുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അത് നമുക്ക് കഴിക്കാൻ പറയുന്നില്ല, വഴുതനങ്ങ പച്ചക്കറിയായിട്ട്. പിന്നെ ഉള്ളി, വെളുത്തുള്ളി മുതലായ സാധനങ്ങൾ ഒഴിവാക്കുക. വളരെ ശുദ്ധമായ ആഹാരം കഴിക്കുക. സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ചു നിർത്തുക. അത് ഏകാദശിക്കായാലും ഏകാദശിയുടെ തലേ ദിവസം ഒരിക്കൽ ഉണ്ണുമ്പോൾ ആയാലും എങ്ങനെയാണോ ഏകാദശി എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. പിറ്റേ ദിവസം കറക്റ്റ് സമയത്ത് പാരണ വീടുക. പാരണ വീടുന്ന വീഡിയോ അടുത്ത ദിവസം ആ വീഡിയോ എല്ലാ സ്ഥലങ്ങളിലെയും, ഞാനിപ്പോൾ ഈ വായിച്ച സ്ഥലങ്ങളിലെ മുഴുവൻ പാരണാസമയം പറയാം. ഇത് കേൾക്കുന്ന ആരെങ്കിലും മറ്റു സ്ഥലങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടോളൂ. ആ സ്ഥലവും കൂടി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഏകാദശി എടുക്കുക. ഓണത്തിൻ്റെ തലേദിവസമാണ്, തിരുവോണത്തിൻ്റെ തലേദിവസമാണ്. അതുകൊണ്ട് വളരെ വിശേഷമാണ്. തലേദിവസം ഏകാദശി എടുത്ത് പിറ്റേ ദിവസം രാവിലെ പാരണ വീടി പിറ്റേ ദിവസം നിങ്ങൾക്ക് തിരുവോണ സദ്യയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ തിരുവോണത്തിന് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്ത ശുദ്ധമായ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മുടെ സെക്കൻഡ് ചാനലായ കൗസ്തുഭം വെജ് ഫുഡ്സിൽ ഇട്ടിട്ടുണ്ട്. സദ്യവട്ടങ്ങളൊക്കെ കുറേശ്ശെയായിട്ട് ഇട്ട് തുടങ്ങുന്നുണ്ട്. കുറച്ചൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അതുപോലെ നമുക്കുണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമുക്കത് ധൈര്യമായിട്ട് ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കുകയും ചെയ്യാം. ഹരേ കൃഷ്ണ.